മലയാളത്തിൻ്റെ ഭാവഗായകൻ വിട പറഞ്ഞിരിക്കുകയാണ്. നാളെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ തറവാട്ട് വീട്ടിൽ നടക്കും. പാലിയം തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. തറവാട്ടിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമവും ഒരുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കരളലിയിക്കുന്ന കാഴ്ചകളാണ് സോഷ്യൽ മീഡിയയിലെമ്പാടും. അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തെ നോക്കി പൊട്ടിക്കരയുന്ന ഭാര്യയും മകളും മരുമകളും കൊച്ചുമക്കളുമൊക്കെ പ്രേക്ഷകർക്കും വേദന നൽകുകയാണ്. അത്രയേറെ സ്നേഹമായിരുന്നു ആ കുടുംബത്തിലുള്ളവർക്ക് പരസ്പരം. അച്ഛൻ്റെ മൃതദേഹം കാണാൻ ഭാര്യയോടൊപ്പം മകളും കുടുംബ വീട്ടിലേക്ക് ഓടിയെത്തുകയായിരുന്നു. കണ്ടുനിന്നവരെ കൂടി കണ്ണീരണിയിച്ച കാഴ്ചയായിരുന്നു പിന്നീട് നടന്നത്. മുത്തച്ഛനെ നോക്കി പൊട്ടിക്കരയുന്ന ചെറുമകളെയും വീഡിയോയിൽ കാണാമായിരുന്നു. ലളിത എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. ലക്ഷ്മി എന്നും ദിനനാഥ് എന്നുമാണ് മകൻ്റെയും മകളുടെയും പേര്. ഒരിക്കൽ അമൃത ടിവിയുടെ കുടുംബസംഗമം പരിപാടിയിലെത്തിയപ്പോൾ അദ്ദേഹം കുടുംബത്തോടെത്തുകയും കുടുംബത്തെക്കുറിച്ച് വാചാലനാവുകയും ചെയ്തിരുന്നു. മകൾ പറഞ്ഞത് അച്ഛൻ ആദ്യമൊക്കെ നല്ല ദേഷ്യക്കാരനായിരുന്നു എന്നാണ്. അച്ഛൻ്റെ എല്ലാ പാട്ടുകളും വളരെ ഇഷ്ടമാണെന്നും വളരെ സെൻഷ്യസ് വോയിസ് ആണ് അച്ഛൻ്റേതെന്നും പ്രത്യേകിച്ച് അച്ഛൻ്റെ റൊമാൻറ്റിക് പാട്ടുകൾ വളരെയധികം ഇഷ്ടമാണെന്നും മകൾ അന്ന് വാചാലയായിരുന്നു. അച്ഛൻ വഴക്കു പറയേണ്ട ആവശ്യമില്ല, ഒന്ന് നോക്കിയാൽ തന്നെ ഞങ്ങൾ പേടിച്ചു വിറയ്ക്കുമായിരുന്നുവെന്നും അന്ന് മകൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അച്ഛന് ദേഷ്യമൊന്നുമില്ല, ദേഷ്യമൊക്കെ കുറഞ്ഞു. ഇപ്പോൾ നല്ല സ്നേഹമാണ്, വളരെ ശാന്തനും ഫ്രണ്ട്ലിയുമായിട്ടിരിക്കുകയാണ് അച്ഛൻ ഇപ്പോഴെന്നും അന്ന് മകൾ പറഞ്ഞിരുന്നു. ലതാ മങ്കേഷ്കറിൻ്റെ അച്ഛൻ്റെ പേരായിരുന്നു ദിനനാഥ് എന്നുള്ളത്. ആ പേരിൽ നിന്നാണ് മകന് പേര് തിരഞ്ഞെടുത്തതെന്നും അന്ന് ജയചന്ദ്രൻ പറഞ്ഞിരുന്നു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു തൻ്റേതെന്നും പ്രണയമൊന്നും ആയിരുന്നില്ലെന്നും സഹോദരിയുടെ അമ്മായിയമ്മ വഴി വന്ന ആലോചനയാണ് ലളിതയുടേതെന്നും അന്ന് ജയചന്ദ്രൻ പറഞ്ഞിരുന്നു. ക്യാൻസർ രോഗം മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഏറെ നാളായി രോഗത്തിൻ്റെ പിടിയിലായിരുന്നു. ചികിത്സയിൽ നിന്നും കുറച്ചുനാൾ ആശ്വാസം തേടി അദ്ദേഹം തിരിച്ചെത്തിയെങ്കിലും പിന്നെയും രോഗം അദ്ദേഹത്തെ കീഴടക്കുകയായിരുന്നു. പണ്ടുകാലത്ത് വളരെ പ്രസിദ്ധമായിരുന്ന പാലിയം തറവാട്ടിലെ അംഗമായിരുന്നു അദ്ദേഹം. ആ തറവാട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത്.